നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇൻഷുറൻസും നികുതിയും അടയ്ക്കാത്ത 3 KSRTC സ്കാനിയ ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. വാടകയ്ക്കെടുത്ത ബസ്സുകളാണ് പിടിച്ചെടുത്തത്. ബംഗളൂരുവിലേക്ക് ഉൾപ്പെടെയുള്ള 3 സർവീസുകൾ KSRTC റദ്ദാക്കി. ഇതിനേക്കാൾ നാണക്കേട് ഒരു ഭരണപക്ഷ സർക്കാരിന് ഇനി വേറെ എന്തുണ്ട്? നികുതി അടയ്ക്കാതെ, ഇൻഷുറൻസ് അടയ്ക്കാതെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ നിരത്തിലോടുമ്പോൾ സാധാരണക്കാരുടെ ട്രാഫിക് നിയമലംഘനങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ ഒരു സർക്കാരിന് എങ്ങനെ കഴിയും? ജോലിക്കാർക്ക് ശമ്പളവുമില്ല, വണ്ടികൾക്ക് ഇൻഷുറൻസ് തുക പോലും അടച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലുണ്ടായ KSRTC സ്കാനിയ അപകടത്തിൽ എല്ലും പല്ലും പോയവർക്ക് ഒരു ചില്ലിക്കാശ് പോലും കിട്ടില്ല എന്നുള്ളത് സാരമാണ്. KSRTC ഇനി പൂട്ടേണ്ട കാര്യമില്ല, അത് തനിയെ പൂട്ടിപ്പോയിക്കോളുമെന്ന് പോലും ട്രാൻസ്പോർട്ട് മന്ത്രി അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ നിരന്തരം വിളിച്ചു പറയുന്നുണ്ട്. ഇത്രത്തോളം നഷ്ടത്തിൽ പോകുന്ന ഒരു സംവിധാനത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് സുരക്ഷിതമായ ഒരു കാരണങ്ങളിൽ KSRTCയെ ഏൽപ്പിക്കാൻ കേരള സർക്കാർ ഇനിയും മുതിരുന്നില്ല. ഇപ്പോൾ പല ജീവനക്കാരിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിന് സമീപം KSRTC സ്കാനിയ ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ ബസിന്റെ രേഖകൾ കൃത്യമല്ലാത്തതിനെ തുടർന്നായിരുന്നു ബാക്കി ബസ്സുകളുടെ രേഖകൾ കൂടി പരിശോധിച്ചത്. പരിശോധനയിൽ ഇൻഷുറൻസും നികുതിയും അടച്ചിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തുകയായിരുന്നു. 10 സ്കാനിയ ബസ്സുകളും 10 ഇലക്ട്രിക് ബസ്സുകളും KSRTC സ്വകാര്യ കമ്പനിയിൽ നിന്നും വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഓരോ സ്കാനിയ ബസ്സും 1.5 ലക്ഷത്തിന് മുകളിൽ നികുതി തുക നൽകാനുണ്ട്. ആവർത്തിച്ച് നിർദ്ദേശം നൽകിയിട്ടും വീഴ്ച വരുത്തിയതിനാലാണ് ബസ്സുകൾ പിടിച്ചെടുത്തതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശമ്പളമില്ലായ്മയും KSRTC നഷ്ടവും പരിഹരിക്കാൻ CPM സർക്കാർ ഒരിക്കൽ കൊണ്ടുവന്ന രക്ഷകനായിരുന്നു മുൻ KSRTC മേധാവി ടോമിൻ തച്ചങ്കരി. എന്നാൽ അദ്ദേഹത്തിന്റെ അഴിമതി വിരുദ്ധ നിലപാടുകൾ ചൊടിപ്പിച്ച ചില യൂണിയൻ നേതാക്കളുടെ ഇരട്ടത്താപ്പിൽ അദ്ദേഹത്തെ KSRTC തലപ്പത്തിൽ നിന്ന് തന്നെ മാറ്റിയിരുന്നു. 1.5 വർഷം കൂടി ലഭിച്ചിരുന്നെങ്കിൽ താൻ 700 കോടിയോളം വരുന്ന KSRTCയുടെ കരങ്ങൾ പൂർണ്ണമായി മാറ്റുമായിരുന്നുവെന്ന് ടോമിൻ തച്ചങ്കരി അന്ന് പറഞ്ഞിരുന്നു. തച്ചങ്കരി KSRTC കൈകാര്യം ചെയ്തപ്പോൾ കുറച്ച് നഷ്ടത്തിലായിരുന്നെങ്കിലും സംഘടനകൾ ലാഭത്തിലായിരുന്നുവെന്ന് ടോമിൻ ജെ തച്ചങ്കരി തന്നെ പറഞ്ഞിരുന്നു. വഴങ്ങുന്നയാളല്ല മേലധികാരിയെങ്കിൽ യൂണിയനുകൾ കുപ്രചരണം തുടങ്ങും, പിന്നെ സ്വാധീനം ഉപയോഗിച്ച് മാറ്റും. ഇതാണ് KSRTCയിൽ നിലനിന്നിരുന്ന രീതിയെന്നും തച്ചങ്കരി പറഞ്ഞിരുന്നു. ഏതായാലും KSRTCയുടെ കൊമ്പത്ത് കാര്യപ്രാപ്തിയുള്ള ആരെങ്കിലും എത്തുന്നതുവരെ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.